2 ദിവസം മുമ്പ് ഒരു ഷെയ്ഖിന്റെ വലിയൊരു പാലസിൽ ഒരു പണി കിട്ടി. നമ്മളെ കമ്പനിയിലേക്ക് ഒരു പണി, അതായത് അവിടെ പാലസിന്റെ അകത്തുള്ള ഒരു മജ്ലിസിൽ ഒരു സ്പീക്കർ മൈക്ക് ഫിറ്റ് ഇപ്പൊ തറാവിയൊക്കെ തുടങ്ങും, റമദാനല്ല, അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാൻ അവിടെ ഗേറ്റിന്റെ അകത്ത് വലിയൊരു മിലിറ്ററി ഉണ്ട് അല്ലെ ഷെയ്ഖ്. അപ്പൊ അങ്ങനെ കടത്തി വിട്ടില്ല, എന്നിട്ട് ഓടിച്ചു നമ്മൾ. ഇനി നമ്മൾ എന്തെങ്കിലും പെർമിഷൻ എടുക്കണം, അതിന് വേറെ ആൾക്കാർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്ത് അല്ല മിലിറ്ററി വിളിച്ചു നമ്മളെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ 2 വലിയ ജീപ്പിൽ 2 ആൾ വന്ന് അതിലൊരു മലയാളം ഉണ്ടായി. നമ്മളെ കൊണ്ടുപോയി ആ പാലസിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ട് അവിടെ എത്തി. വലിയൊരു പാലസ്, മാഷാ അല്ലാഹ്. പാലസിലേക്ക് നമ്മൾ അടുപ്പിച്ചിട്ടില്ല, അതിന്റെ ഫ്രണ്ടിൽ ഒരു മജ്ലിസ് ഉണ്ട്, നിസ്കരിക്കാനും ചർച്ച ചെയ്യാനും. അങ്ങനെ മജ്ലിസിലേക്ക് മെല്ലെ സംസാരിക്കാനൊന്നും പാടില്ല, മെല്ലെ കയറാന്ന് പറഞ്ഞു. അങ്ങനെ മെല്ലെ കയറി, മാഷാ അത്ര വലിയ മജ്ലിസ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ മെല്ലെ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആരും കണ്ടിട്ടില്ല, നമ്മൾ ഷെയ്ഖിനെ ആരും കണ്ടിട്ടില്ല. നല്ല താഴെ അരുവികൾ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലം, നല്ല പൂന്തോട്ടം, വലിയ മാഷാ അല്ലാഹ്. അവിടെ കയറാനൊരു ഭാഗ്യമാണ്. പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ ട്രൈ അല്ലെ, ഈ ഷെയ്ഖ് അല്ലെങ്കിൽ ഇവിടുത്തെ പാലസ്, ഇവിടുത്തെ മജ്ലിസ്, ഇതൊക്കെ ആരെ കൺട്രോളിലാണുള്ളത്? അള്ളാഹു. അപ്പൊ യഥാർത്ഥത്തിൽ വലിയൊരു കിങ് ആരാണ്? അള്ളാഹുവാണ് അല്ലെ. ആ റബ്ബിന്റെ ഏറ്റവും സൃഷ്ടികളിൽ ഏതോ ഒരു ചെറിയൊരു സൃഷ്ടിയാണ് എന്ത് ഈ ഒരു ഷെയ്ഖും അല്ലെങ്കിൽ ഈ പാലസ്. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഈ ഭൂമി ലോകം, ഈ ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും അള്ളാഹു ഈ മൊത്തം ദുനിയാവ് കൊടുത്തില്ല. അപ്പൊ ഈ പാലസ് നമ്മൾ ഞെട്ടുന്നു, എനിക്ക് ഇത്ര കാളുകയും പിടിക്കണം ഷെയ്ഖ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അപ്പൊ ഇവര് പാലസ് നമ്മൾ ഇത്രയും അവർ ഗൗരവം കൊടുക്കും, ഇത്ര സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് അവിടെ കയറാൻ, അവിടെ അരുവികളുണ്ട്, അവിടെ ഭയങ്കര പൂന്തോട്ടങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഷെയ്ഖിന് നമ്മൾ ഇത്ര റെസ്പെക്റ്റോ, നമ്മൾ ഇത്ര ആളെ പിടിക്കണം, അവിടെ പോകണം, പെർമിഷൻ എടുക്കണം എങ്കിൽ ഇവരൊക്കെ പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ ഭവനം നിങ്ങൾക്കറിയാം പള്ളിയാണ് അല്ലെ. പള്ളിയിലേക്ക് പോകാൻ ഒരു സെക്യൂരിറ്റി എടുക്കണം, ആരെങ്കിലും ലെറ്റർ എഴുതി കൊടുക്കുക, ഒന്നും വേണ്ട. ആരാണ് പള്ളിയിൽ, ആരാണ് നമ്മൾ വിളിക്കുന്നത്? ഈ ഇതുപോലുള്ള ഒരുപാട് ഷെയ്ഖന്മാരെ ഒരുപാട് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ആ റബ്ബിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ ആരും വേണ്ട, ഒരു പെർമിഷനും വേണ്ട. ഏത് സമയത്ത് അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ പോകുന്നത് ആരെ മുന്നിലേക്കാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകാൻ പറ്റുമോ? കൂടി ശുദ്ധിയില്ലാതെ ഇങ്ങനെ പോയി ഇങ്ങനെ കൈ കെട്ടാൻ പറ്റുമോ നമുക്ക്? ഷെയ്ഖിന്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ എത്ര ഡിസിപ്ലിനാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഒരു പകുതി ഡിസിപ്ലിൻ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ പോകുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആരുടെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്? അപ്പൊ ആ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോൾ ആ ഒരു റെസ്പെക്ടോടെ പള്ളിയിലേക്ക് ഉള്ളെടുത്ത്, മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ വെയിറ്റ് ചെയ്യാണ് അതിന്റെ അകത്ത്. ഉള്ളെടുത്ത് അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുന്നു, എന്റെ കിങ് അള്ളാഹുവിന്റെ മുന്നിലേക്ക്. എനിക്ക് ഒരു വിഐപിന്റെ ആവശ്യമില്ല. ഫ്രണ്ട് സീറ്റിൽ വന്ന് നിങ്ങൾ ഇരിക്കുമ്പോൾ മാഷാ അല്ലാഹ്, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ആലോചിച്ച് നോക്കണം. ഒരു പാലസ്, 100 കണക്കിന് പാലസ് സൃഷ്ടിച്ച, 100 കണക്കിന് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ എല്ലാത്തിനും സൃഷ്ടിച്ച് ലോകത്തെ പരിപാലിക്കുന്ന ആദ്യത്തെ സപ്പിൽ നിങ്ങൾ VIP ആയി എത്തുക എന്ന് പറയുമ്പോൾ മാഷാ, അതൊരു വലിയൊരു സൗഭാഗ്യമല്ലേ? അവിടെ വന്ന് ആ ഫസ്റ്റ് സപ്പിൽ നിന്ന് ഇരിക്കാൻ. ബാക്കിയുള്ളവർക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടുന്നേ ഇല്ല പള്ളിക്ക് വരാൻ. അവിടെ ഇരിക്കുമ്പോൾ അത് മാത്രം നിങ്ങളെ പൊതിയുകയാണ്. അള്ളാഹുവിന്റെ കാവലിക്ക് അള്ളാഹുവിന്റെ മലക്കുകളൊക്കെ ഇങ്ങനെ പൊതിയുകയാണ് നിങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ അടിമ വന്നിരിക്കുകയാണ്, ഇനി പറഞ്ഞോളൂ. അള്ളാഹു പറഞ്ഞു എന്താണ് ആവശ്യമുള്ളത് ചോദിച്ചു. കിങ് രാജാവ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് എന്ത് വേണമെങ്കിലും ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹ് പറയാണ് നോക്ക്, എന്റെ അടിമ എന്നോട് ചോദിക്കുകയാണ്, അഭിമാനം കൊള്ളുകയാണ് റബ്ബ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ദുനിയാവിലൊരു പാലസ് ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മൾക്ക് വെച്ച സ്വർഗം എന്തായിരിക്കും? ഓരോരുത്തർക്കും അള്ളാഹ് കൊടുക്കുന്നത് ഓരോരോ ദുനിയാവാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള പാലസ് ഒന്നുമല്ല, ഇതുപോലെ ഒരു ബുർജുകൾ ഒന്നുമല്ല, ഒരുത്തനും ഓരോരോ ലോകമാണ് അള്ളാഹു ഒരുക്കി വെച്ച്, ഒരു കണ്ണും ഇതുവരെ കാണാത്ത. എങ്കിൽ അത് ലഭിക്കാൻ പോകുന്ന ആർക്കാണ്? ഇവിടെ ക്ഷമയോടെ, ഇവിടെ കഷ്ടപ്പെട്ട്, അവിടെ അതേ പാലസിൽ അവിടെ ജോലി ചെയ്യുന്ന, അതേ പാലസിൽ അവിടെ വർക്ക് പണി ചെയ്യുന്ന കാർപ്പൻട്രി ആയിരിക്കും ചിലപ്പോൾ നാളെ സ്വർഗത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അവനായിരിക്കും ഇതുപോലുള്ള 100 കണക്കിന് പാലസ് അള്ളാഹു കൊടുക്കുക. നേരെ മറിച്ച് ഇതുപോലുള്ള വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഷെയ്ഖന്മാർ അല്ലെങ്കിൽ അവരൊക്കെ അവിടെ സ്വർഗത്തിൽ ഇവരെക്കാൾ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർഗം കിട്ടിയെന്ന് വരില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, സമ്പന്നന്മാർ സ്വർഗത്തിലെത്തുന്നതിനേക്കാൾ 500 വർഷം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തും. അതുകൊണ്ട് ഈ ദുനിയാവിന് നിങ്ങൾ അങ്ങനെ കാണരുത്. വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്,
വീടുണ്ട്, വില കാറുണ്ട്, ഇതുണ്ട് അതുണ്ട്, ഒന്നും നിങ്ങൾ കഞ്ഞു ബേജാറാണ്ട, വിഷമാണ്ട. നിങ്ങൾക്ക് അള്ളാഹുലേക്ക് മടങ്ങാനും റബ്ബിന്റെ ഭവനത്തിലേക്ക് പോകാനും ഒരു കാവൽക്കാർ ഒന്നുമില്ല. നിങ്ങൾക്ക് ആദ്യ സപ്പിലെത്തി നിസ്കരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും കണ്ണീരൊഴിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗം നിങ്ങളിൽ. അപ്പൊ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കുക. അള്ളാഹുവിന് ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പള്ളിയിലേക്ക് പോയി റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് ആ ഒരു താഴ്ത്തിക്കാണെന്നല്ല, ഈ ദുനിയാവിന്റെ വാല്യൂ മനസ്സിലാക്കാൻ. നിങ്ങൾ മറ്റുള്ളവരെ നോക്കി, നിങ്ങൾ സമ്പന്നവരെ നോക്കി നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. റബ്ബാണ്, അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ് നിലനിൽക്കുന്നത്. മഹ്ശറിൽ ഒരു ലോകം വരാറുണ്ട്, അതാണ് യഥാർത്ഥ ലോകം. ഇവിടെ സമ്പന്നനായിരിക്കുന്നു, അവിടെ ദരിദ്രരായിരിക്കും. ഇവിടെ ദരിദ്രരായി ജീവിക്കുന്ന അധിക ആൾക്കാരും അവിടെ സ്വർഗത്തിൽ സമ്പന്നനായിരിക്കും ഇൻഷാ അല്ലാഹ്.